ഹായ് ദിസ് ഇസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഗിർ, ജെ കെയുടെ സംവിധാനം. എസ്ര എടുത്ത ജെ കെ. അന്ന് ഹൊറർ ആയിരുന്നെങ്കിൽ ഇന്ന് കോമഡി സർവൈവൽ ഡ്രാമ. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. കൂടാതെ മഞ്ജു പിള്ളൈ, അലൻസിയർ, രാജേഷ് മാധവൻ, അനഘ, ശ്രുതി എന്നിവരുമുണ്ട്. ഈ കാസ്റ്റ് കണ്ടാൽ തോന്നും ഇതൊരു രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പടമാണോ എന്ന്. പക്ഷേ അല്ല, ഇത് ജെ കെ പടമാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പ്രൊഡക്ഷൻ ഡിസൈനർ കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു കണ്ടന്റ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. ഒന്നാമതേ പടം 2 മണിക്കൂറേ ഉള്ളൂ, എന്നിട്ട് പോലും അവർ ഉള്ള കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നതായിട്ടും, പിന്നെ അതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ കാരണങ്ങൾ എന്താണെന്നും, പിന്നെ ആ മെയിൻ പ്ലോട്ട് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒക്കെയാണ് കഥ. ഇതൊരു സ്പോയിലർ അല്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതൊരു ട്രിവാൻഡ്രം സൂവിലേക്ക് എടുത്ത് ചാടുന്ന ഒരാളുടെ കഥയാണ്. അതാണ് മെയിൻ പ്ലോട്ട്. ഇത് ഞങ്ങൾക്ക് റിയൽ ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാണാറുണ്ട്, വാർത്തകളിലെ കാണാറുണ്ട്. അതുതന്നെ മെയിൻ കഥാപാത്രം വിട്ടുപോയി പറയാൻ, മോജോ ദ ലയൺ, എൽബയുടെ ബീസ്റ്റ്, അക്ഷയ് കുമാറിൻ്റെ സാനർ പൃഥ്വിരാജ് എന്ത് പടങ്ങളിലൊക്കെ ഉള്ള അതേ ലയൻ മോജോ. അപ്പോൾ ഇത് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പല രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. റിയൽ ആയിട്ടുള്ള ആനിമലുണ്ട്, അത് കൂടാതെ പക്ഷേ എനിക്ക് വിദേശത്താണ് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു ആ സീൻസ്. കൂടാതെ ആനിമേട്രോണിക്സ്, ആനിമേഷൻ എല്ലാം ഉണ്ട്. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മലയാളം സിനിമയുടെ ബജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മാന്യമായിട്ട് ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം എനിക്ക് തോന്നിയത് കണ്ടൻറ്റാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ പോലും എന്തൊക്കെയോ വലിച്ചു നീട്ടി കാണിച്ച കണക്ക് തോന്നി. എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മോശം പടമൊന്നുമല്ല, ഒരു ടൈം പാസ് പടമാണ്, ഫൺ പടമാണ്, മൊത്തത്തിലൊരു ക്യൂട്ട് ലിറ്റിൽ ഫിലിമാണ്. കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഇഷ്ടമായെന്ന് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആയിട്ടൊന്നുമില്ല. മോശമായിട്ടും പറയാനില്ല, നല്ലതായിട്ടും പറയാനില്ല. ഒരു ആവറേജ് പടം. ഇത് മാത്രം എനിക്ക് തോന്നിയത്, ആ സൂവിൻ്റെ ഒരു ജോഗ്രഫി കാണിക്കാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ സിനിമാറ്റോഗ്രഫി ചെയ്യാമായിരുന്നു തോന്നി. കുറച്ചുകൂടെ സൂംഡ് ഔട്ടായിട്ടുള്ള ഷോട്ട്സോ, കുറച്ചുകൂടെ ടോപ്പ് ആംഗിളുള്ള ഷോട്ട്സോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ സൂവിൻ്റെ ജോഗ്രഫി നമുക്ക് മനസ്സിലായെന്നും തോന്നി. ആ ഒരു എൻക്ലേവിൻ്റെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലായെന്നും തോന്നി. അതൊക്കെ ചുമ്മാ എടുത്ത് പറയാൻ വേണ്ടി പറയുന്നൊന്നും നെറ്റ് പിക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്കതൊന്നുമില്ല. അതായത് ഒരു ഫൺ പടം, അതാണ് അവർ ഉദ്ദേശിച്ചത്. കാണുമ്പോൾ എനിക്കിങ്ങനെ തന്നെ തോന്നിയത്. ഫൺ പടം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാമൂഹിക നിരീക്ഷണങ്ങളുണ്ട്. സാമൂഹികമായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകൾ നമ്മൾ പൊതുവെ കാണുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കുറേ കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. I would give a 3 out of 5 for this one. Thanks for watching. Bye.